ഹെന്ന ഡിസൈൻ ചെയ്ത് അത് സ്റ്റെയിൻ ആയാൽ ഏറ്റവും ഭംഗിയുള്ള ഒരു എലിമെൻ്റാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്. സോ വെൽക്കം ബാക്ക്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡോട്ട്സ് ആണ്. ലൈൻസ് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെയാണ് ഡോട്ട്സ്. നിങ്ങൾ ലൈൻസിൻ്റെ ട്യൂട്ടോറിയൽ കണ്ടില്ല എങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഡോട്ട്സിൻ്റെത് കാണാം. സോ ഡോട്ട്സ് എല്ലാ ഡിസൈൻസിലും നമുക്ക് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ്. പ്രഷർ കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് ഡോട്ട്സ് ചെയ്യുന്നത്. എത്ര ബിഗ് ആയിട്ടുള്ള ഡോട്ട് വേണം, എത്ര ചെറിയ ഡോട്ട് വേണം എന്നുള്ളത്. സോ ഡോട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന മിസ്റ്റേക്സ് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ മേലെ കൊടുത്തതുപോലെ ചെയ്യാം. പ്രഷർ യൂസ് ചെയ്ത് പ്രഷർ കൊടുത്തിട്ട് വേണം നമ്മൾ ഡോട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ വേണം ചെയ്യാൻ. എത്ര വലിയ ഡോട്ട്സ് ആണോ വേണ്ടത് അത്രയും കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ ഡോട്ട്സ് കൊടുക്കാൻ രണ്ട് രീതിയിൽ കൊടുക്കാം. രണ്ടല്ല, 3 രീതിയിൽ കൊടുക്കാം. ഒന്ന് ചെറിയ ഡോട്ട് വലിയ ഡോട്ട്, ചെറിയ ഡോട്ട് വലിയ ഡോട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയാം. ഓക്കെ, ഈ ഒരു രീതിയിൽ കൊടുക്കാം. ഒരുപാട് അടുപ്പിച്ചിട്ടോ ഒരുപാട് അകലത്തിലോ ഡോട്ട്സ് കൊടുക്കാതെ ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ മുത്തുകൾ ഇങ്ങനെ കോർത്ത് വെച്ചതുപോലെ വേണം ഡോട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ ചെയ്യാം. ആൻഡ് ദെൻ വേറൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം സൈസിലുള്ള ഡോട്ട്സ് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര വലിപ്പത്തിലാണോ ആദ്യത്തെ ഡോട്ട് നമ്മൾ ചെയ്തത് അത്രയും വലിപ്പത്തിൽ തന്നെ ടുവേഴ്സ് ദ എൻഡ് അങ്ങനെ തന്നെ ചെയ്യാം. സോ അതൊരു മെത്തേഡാണ്. പിന്നെയുള്ളൊരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ലൈനിൽ ഡിഫറെൻറ്റ് സൈസിലുള്ള ഡോട്ട്സ് കൊടുക്കാം. വലുത്, ചെറുത്, ഒരു മീഡിയം സൈസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ആൻഡ് ഡോട്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് കൂടി പ്രാക്ടീസ് ചെയ്യാം. ലൈൻസിൻ്റെ മേലെ സിഗ്സാഗ് ആയിട്ട്. ഒരുപാട് അടുപ്പിച്ച് ചെയ്യരുത്, ഒരുപാട് എന്താ പറയുക കൂടി നിന്നതുപോലെ ചെയ്യാതെ ഡിഫറെൻറ്റ് ഓരോ ഡോട്ട്സും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം ചെയ്യാൻ. കാരണം കണ്ടോ, ഇനി ഡോട്ട്സ് ഒരു ക്ലസ്റ്റേഴ്സ് ആയിട്ട് ചെയ്യുമ്പം ഒരുപാട് അകലത്തിലും ചെയ്യരുത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ഈ ഫസ്റ്റ് മെത്തേഡ് അല്ലെ സെക്കൻഡ് മെത്തേഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു മെത്തേഡ് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. കാരണം ഇത് 3 ഡോട്ട്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡോട്ട്സ് നിങ്ങൾക്ക് പ്രഷർ കൺട്രോളിനൊക്കെ നല്ല വെരി ഗുഡ് എക്സസൈസാണ്. നമ്മുടെ മെഹന്തിൻ്റെ മേലെ നമ്മൾ പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻസിൽ ഡോട്ട് ഇട്ടിട്ട് പോവുക എന്നുള്ള എക്സസൈസൊക്കെ നമുക്ക് ചെയ്യാം. അത് നമുക്ക് വഴിയെ പറയാം കേട്ടോ. ആൻഡ് ഡോട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണിത്. ഇതിന് പറയുന്ന പേര് ടിയർ ഡ്രോപ്പ് എന്നാണ്. സോ ടിയർ ഡ്രോപ്പ് നമുക്ക് ഡോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു വശം നമ്മൾ ഡ്രാഗ് ചെയ്താൽ ടിയർ ഡ്രോപ്പായി. ആൻഡ് ദെൻ ഒരു ഡോട്ട് കൊടുത്ത് താഴെയും ഡ്രാഗ് ചെയ്ത് മുകളിലും ഡ്രാഗ് ചെയ്താൽ ആവുന്ന എലമെൻ്റാണ് ലീഫ് ഷേപ്പ്. നമ്മളിത് ഒരുപാട് ഡിസൈൻസിൽ വൈൻസിലൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ്. അത്രയും ഭംഗിയുള്ള എലമെൻ്റാണ് ലീഫ് എന്ന് പറയുന്നത്. ടിയർ ഡ്രോപ്പ് ആണെങ്കിലും അടിപൊളിയാണ്. സ്റ്റെയിനൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് കാണിക്കുന്ന ഒരു എലമെൻ്റാണ് ലീഫ്. ആൻഡ് ദെൻ നമുക്ക് ഒരു സ്റ്റെമ്മിൻ്റെ മേലെ ഒരുപാട് ലീവ്സ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ലീവ്സ് അല്ലെങ്കിൽ ടിയർ ഡ്രോപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. ഇതിന് പറയുന്ന പേര് വൈൻസ് എന്നാണ്. സോ ഈ വൈൻസിനെ പറ്റി നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.